ഹലോ, വെൽക്കം ടു D&D's ഫാഷൻസ്. ഞങ്ങൾ ഇന്നൊരു ഒരു വലിയൊരു ഗാർഡനാണ് കാണിക്കാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ ആക്സിഡൻ്റലായിട്ട് വന്നതാണ്, പക്ഷേ വളരെ ബ്യൂട്ടിഫുള്ളാണ്. സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ് അവർ വീഡിയോ. ഇതവിടെ മെയിൻ സെൻറ്ററാണ് ഇതെല്ലാം. അവിടെയാണ് അവർ റിങ് ചെയ്യുന്നതെല്ലാം. ഇങ്ങനെ നോക്കി ചേച്ചി, ഹൗ ബിഗ് ഫിഷസ് ആർ. ഒന്നൊന്നുമല്ല, കോയി ഫിഷസ് ആണ് ഇതിൻ്റെ അത് കിടക്കുന്നത്. ആൻഡ് ദേ ഹാവ് വാട്ടർ ഫോൾസ്. ഇവിടെ എല്ലാം ഇതെന്താ ബേബി, ലില്ലിയോ ഇല്ലിയോ ഇനി എന്താ മലയാളത്തിൽ പറയുന്നത്? മുള. ഞങ്ങളിതെല്ലാം കണ്ടങ്ങ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. മൈ ഗുഡ്നെസ്, ചുമ്മാ ഒരു ഗ്രീൻ ഹൗസിൽ കയറിയതായത്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വന്ന് കയറിയപ്പോഴാണ് ഓ മൈ ഗുഡ്നെസ്, സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആദ്യമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. വെൽക്കം ടു D&D ഫാഷൻസ്. ഇത് ഞങ്ങൾ ആക്ച്വലി ഇച്ചിരി മോളിൽ കയറി നിൽക്കുകയാണ്. ഒരു വലിയ ട്രീ, അത്ര ഭയങ്കര വലിയൊരു ട്രീ. ഞങ്ങളിങ്ങനെ മുകളിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ ബേബാ കാപ്പിക്കുരി ഉണ്ടായി നിൽക്കുന്നുണ്ട്. കാപ്പിക്കുരി ഇത് മുഴുവനും വലിയ എന്താ പറയുന്നത്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്. സോ ഈ ഫിഷസ് കണ്ടോ, എന്നാ വലിയ സൈസ് അവരൊക്കെ കാണാനായിട്ട്. എന്ത് രസമാണല്ലേ, സോ ഹ്യൂജ്, അമേസിംഗ്. ഇതൊക്കെ എന്നാ വലിയ സൈസായിട്ട്. സോ ഈ ട്രീ ആണ് നമ്മൾ മോളിൽ കണ്ടത്. ഇത് വേര് കണ്ടോ? ഞാൻ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട്. ആക്ച്വലി ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ ഇത് കണ്ടപ്പോൾ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. നമ്മളത് വാഴ നോക്കാം. ഇതൊരു ഗ്രീൻ ഹൗസാണ്. വാഴ നോക്കാം. അതിൻ്റെ അകത്ത് മഴവും ഉണ്ടായിരുന്നല്ലേ. ഇനി ഞങ്ങൾ വേറെ സെക്ഷനിലോട്ട് പോവുകയാണ്. ഇവിടെ നിറച്ചും ഗാർഡനും കൂടെയാണ്. ചെടികൾ ഇവിടെ വാങ്ങിക്കാൻ പറ്റും. സോ ചോക്ക് ഈ കടയിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് orchid, different varieties of anthuriums. The second row of orchids. So different kinds of bonsai plants. This reminds you of when you're on an island. Oh, that's a sweet too.
very different varieties of bonsais. There's an Eastern lily. ബേബു മുല്ലപ്പൂ ഉണ്ടായി നിൽക്കണം. ഇതാണ് എൻ്റെ ഭർത്താവ് പറയുന്ന ചെടി. I don't like that tree, but he likes it. ചെമ്പരത്തി. Oh my God. This is Madagascar jasmine ആണ്. This one. നമ്മുടെ വീട്ടിൽ ബേബി കൊണ്ടുവന്നില്ല. അതിൻ്റെ മണം നോക്ക്. അതെ എൻ്റെ മണം നോക്ക്. നമ്മുടെ വീട്ടിലുള്ള നല്ല മണമില്ലായിരുന്നു. ബട്ട് ദിസ് സ്മെൽ ലൈക്ക് എക്സാക്ട്ലി ലൈക്ക് ജാസ്മിൻ. And then begonia. This is a huge garden. ഞാനും ചെറുപ്പത്തിൽ ചൂടെടുക്കുന്നു. നമുക്ക് ഇത് പ്ലാൻ ഹൗസ് ആയതുകൊണ്ട് അതല്ല ഞാനെല്ലാം ഊരിയിട്ടിരിക്കുന്നത്. വെളിയിൽ തണുപ്പാണ്, ഇവിടെ പ്ലാൻ ഹൗസ് ആയിട്ട് നല്ല മണം. മൈ ഗഡ്നസ്. ഇത് ഗർഡേനിയ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെടികൾ. എൻ്റെ മലയാളത്തിലെ പേരെന്താ ഇപ്പം? ഗർഡേനിയൻ്റെ എന്താ പറയണേ, എന്താ നന്ദിയാർ വട്ടമെന്നോ അങ്ങനെ ഏതാണ്ടല്ലേ? ഞാൻ കേട്ടിട്ടുള്ള നന്ദിയാർ വട്ടം വേണ്ട. പിന്നെ ഇത് സമക്കാൻ്റെ കാറ്റക്സ് ആണ്. ഇതങ്ങനെ ഏക്കേഴ്സ് ഓഫ് ഏക്കേഴ്സ് അങ്ങ് കിടക്കുകയാണ് ഇങ്ങനെ പല ഫ്ലവേഴ്സ്. I can't believe it. ഇതൊരു ഒരു ഡിഫറെൻറ്റ് വൺ. ബേബി വാട്ട് ഈസ് ദിസ്? ആ ഫ്ലവർ ഒന്നെടുത്ത് കാണിച്ചു. ആ ഫ്ലവർ നോക്ക്. ഒരു ചെമ്പരത്തി ഇരിക്കുന്നു. ചെമ്പരത്തി ഐ തിങ്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന ചെമ്പരത്തിയുടെ പറ്റപ്പ ചെമ്പരത്തി ഈസ് ദാറ്റ്. കണ്ട മുല്ല ഇരിക്കുന്നു ബേബു. നിറച്ച മുല്ലപ്പൂ. എത്ര രൂപയാന്ന് നോക്കി? 65. അത് വേണ്ട, 5 വീട്ടിലുണ്ട്. അതുകൊണ്ട് വേണ്ട. വേറെ ടൈപ്പിലുള്ള ലില്ലി, ഐ മീൻ ട്യൂലിപ്പ്. ഈ പക്ഷേ ഡിഫറെൻറ്റ് വെറൈറ്റി എൻ്റെ അകത്തുമുണ്ട്. ഇങ്ങോട്ട് നോക്കി. 12 രൂപ. ദാറ്റ്സ് നോട്ട് ബാഡ്. ഞങ്ങളിവിടെ എൻ്റെ കറ്റാർ വാഴ, അലവേര, അതേപോലത്തെ 2 വീട്ടിലുണ്ട്. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദിസ്. Huge cactus. എത്രേ പോകുള്ളൂ. ഇങ്ങോട്ട് നോക്കി. ഇതെല്ലാം കാറ്റസിൻ്റെ ഏരിയ. ഓ മൈ ഗോഡ്. സത്യം പറഞ്ഞാൽ പണ്ട് ഐ വെന്റ് ടു പിറ്റ്സ്ബർഗ് ലോങ് ടൈം അഗോ. അപ്പം ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് years ago, like 20 years ago probably. ബേബി ഇത് നിശാഗന്ധിയാണോ? അല്ല, അതെ അതെ. പിന്നെ നമ്മുടെ നാട്ടിലെ നിശാഗന്ധി. കാക്ടസ്. ഞങ്ങൾ ഒരു എൻഡിൽ കൂടെ നടക്കുവാണ്. എൻ്റെ അമ്മൂ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കൽ ഒരു വീട് നോക്കാൻ പോയി. സോ ബേബി പറഞ്ഞ് ഇവിടെ ഒരു ഗ്രീൻ ഹൗസ് ഉണ്ടോ, ഒന്ന് പോയി നോക്കാമെന്ന് പറയും. ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് ഗ്രീൻ ഹൗസ് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ഐ ഡിഡ്ന്റ് പേ അറ്റൻഷൻ. ഇന്നെന്നാൽ നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേന് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരെണ്ണത്തിന്, ജീവിതത്തിലല്ല കേട്ടോ, ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. ജീവിതത്തിൽ 2ാമത്തെ പ്രാവശ്യമാണ് ഇത്രയും വലിയൊരു സ്ഥലവും ഇത്രയും വലിയൊരിത് കാണുന്നത്. മൈ ഗഡ്നസ്, ലുക്ക് അറ്റ് ദാറ്റ് കാറ്റസ്. അതൊരു കാറ്റസ് ആണ്. ഓ മൈ ഗാഡ്, ഇതിൻ്റെ എന്ത് ബേബി, നാരങ്ങായോ? ഇത് മറ്റേ ഗർഡേനിയ ഗെയിം ഉണ്ട്. ഓറഞ്ചോ നാരങ്ങായോ എന്താണെന്തോ. നാരങ്ങയാട്ടോ. വാ, നാരങ്ങയാ.
എനിക്കൊന്നും കണ്ട പച്ച കിടക്കുന്നുണ്ടോ എൻ്റെ ഇടയിൽ പച്ച. ആ ഇത് ലൈമ്. ഓ മൈ ഗുഡ്നസ്. കണ്ട ഇത് ലൈമ്. ഷോ ഇവിടെ നോക്ക. എൻ്റെ അമ്മോ, ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഞാൻ സർപ്രൈസ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ആവറേജ് നാരങ്ങ എന്തൊക്കെ സൈസ് നോക്കും. അവിടെ താഴെ കിടപ്പുണ്ടല്ലോ. നാരങ്ങ ഇത്രയും വലിയ നാരങ്ങ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെയുണ്ട്. ഇത് ലെമണാണ്. മുല്ല വാങ്ങിച്ചോണ്ട് പോകുന്നു. ഇതിന് പക്ഷെ അത്ര മണോ ഇല്ല. ഇത് മുല്ലയാണോ? അല്ല, ഇത് മുല്ലയല്ല, നാരകം തോന്നുന്നു. നല്ല മണം വന്നിട്ട് ഫ്ലവർ. ആണോ? പക്ഷെ അത്ര മറ്റേ വലുതിന്റെ അത്ര ഇതില്ല. ബട്ട് ഇറ്റ് സ്മെൽസ് ലൈക്ക് ജാസ്മിൻ. ആണോ? ഇത് നമ്മുടെ നാട്ടിലെ ആ വയലറ്റ് ചെടി ഉണ്ടല്ലോ, എടീ നമ്മുടെ സ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ പഴയ, അത് മായ്ക്കാൻ വേണ്ടി ഒടിച്ചൊടിച്ച് അവർ ഉപയോഗിച്ചോണ്ടിരുന്ന സാധനമാണ്. ഇതിന് ഫ്ലവർ നമുക്ക് ഒരു നാരകം ഉണ്ടാക്കുന്നില്ല. നല്ല മണമാണ്. അതെന്ന് വെച്ചാൽ നല്ല മണം. മണത്ത് നോക്കി. ചെമ്പകത്തിന് മണം വെച്ചാൽ നിന്റെ തലയിലൊക്കെ ആയിട്ടുണ്ട്. നല്ല മണമല്ലേ? ഇതങ്ങ് നിറങ്ങിയത്. ഞങ്ങൾ ഒരു സൈഡിൽ കൂടിയാണ് നടക്കുന്നത്, അവിടെ എല്ലാം ഉണ്ട്. ഇതതിന് നമ്മുടെ നാട്ടിലൊക്കെയാണ്. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതൊക്കെ. ഇത് കണ്ട, ഇതിനെന്താ പറയുന്ന, ബ്ലോസംസ് എന്നോ ഇത്? ഐ തിങ്ക് ദീസ് ആർ ബ്ലോസംസ്. ഇതൊരു വലിയ ഗ്രീൻ ഹൗസ് ആട്ടോ ഇത്. ഇറ്റ്സ് എ ഹ്യൂജ് ഗ്രീൻ ഹൗസ്. ലെമൺ ട്രീൻ്റെ ഫ്ലവേഴ്സ്. ഇവിടെ എല്ലാം ലെമൺ ട്രീയാണ്. ഞങ്ങൾ വലിയ സ്റ്റൈലിന് വന്നതാണ് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട്. പക്ഷെ അകത്ത് കഴിയപ്പോഴല്ലേ അറിയുന്ന ഗ്രീൻ ഹൗസ് ആയതുകൊണ്ട്. ഇതെന്താ? ദിസ് ഈസ് ഓൾസോ കാറ്റക്സ് ആണ് ബേബി. ഇവിടെ എല്ലാം ലെമൺസ് ആണല്ലോ. ഹ്യൂജ് ബിഗ് ലെമൺസ്. ഇത് ഗ്രേപ്പ് ഫ്രൂട്ടാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചത് ഓറഞ്ച്. ഓ, ദാറ്റ്സ് ഗ്രേപ്പ് ഫ്രൂട്ട്. Oh my God, look at those lemons. There's huge lemons. Oh my God, look at this. What are they? And the size of it. Yeah. Look at the rainbow size. Yeah. Rainbow size നാരങ്ങ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അവിടെ ഉണ്ട്, വേറെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ പച്ച ഉണ്ടായി കിടപ്പുണ്ട്. ഇത് ഓറഞ്ചാണോ ലെമൺ ആണോ അത് ലൈമാണ്? ആണോ? ഇടിഞ്ഞു വന്നേ. ഇതെന്താണെന്നറിയോ ബേബിക്ക്? നമ്മുടെ നാട്ടില് ചെമ്പകം എന്ന് പറയത്തില്ലേ? ചെമ്പകത്തിന്റെ റെഡ് ഫ്ലവർ കണ്ടോ? ഞാൻ ആദ്യം റെഡ് ഫ്ലവർ ചെമ്പകം ഞാൻ എവിടെയാ കാണുന്നത്. കണ്ടോ? പിന്നെ ഇങ്ങോട്ട് നോക്കി. ചെടിയിൽ നമ്മുടെ വീടിനകത്ത് വെച്ചിട്ട് നമുക്ക് വെളിയിൽ കിടന്നുറങ്ങാം. അങ്ങനെയുണ്ട്. ആണോ? പിന്നെ ഗർഡേനിയ അടുത്ത് നിൽക്കുന്നത്, അതിന്റെ മണമാണ് ഇവിടെ കിട്ടിയത്. അല്ല അല്ല, I don't know baby, അതിന്റെ പേരൊന്നും കാണുന്നില്ല. മുല്ലപ്പൂവിൻ്റെ മണം. ചൂടങ്ങനെ പല ട്രീകളും ഉണ്ട്. അങ്ങനെ ഇവിടെ നിറച്ച് ഞങ്ങളിങ്ങനെ എംപ്ലോയീസ് പറിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു.
ഇവിടെ എഴുതിയിട്ടുണ്ട് എംപ്ലോയീസ് ഉള്ളിന്ന്. ആ കുഞ്ഞു ഓറഞ്ച് മാൻഡ്രിൻസ് കണ്ട കിടക്കുന്ന മാൻഡ്രിൻസ്. വാ, അവിടെ മുഴുവൻ മാൻഡ്രിൻസ് ആണ്. ഇത് തീർന്നൊന്നുമില്ല, ഇനിയും ഉണ്ട്. ഇവിടെ ഏതോണ്ടൊക്കെ ഉണ്ട്. ഒരു ചെടി നോക്കിയാ, ഇത് കണ്ട ഒരു നാരങ്ങയോ, ഇതെന്തോ ഇത് മുല്ലയോ, ഒരു പ്രത്യേക കാലത്തല്ല. ആ ഓ, നമ്മുടെ വീട്ടിലിരിക്കുന്നല്ലേ ബോട്ടിൽ പ്ലാന്റ്സ്. ഞങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടിലുള്ള സൈസ് ഉണ്ട്, ബോട്ടിൽ സൈസ്. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. കാറ്റക്സിൻ്റെ ഫാമിലി ആണെന്ന് തോന്നുന്നു. കാരണം അതെല്ലാം കാറ്റക്സിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ വലിയ അല്ല വേറെ കണ്ടാൽ. പിന്നെ wall full of cactus. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇവിടെ ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ. നമുക്കിതിനൊക്കെ നല്ല ഇതുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ വലിയ തിരിപ്പുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റക്സ്. സ്മോൾ പേരയ്ക്ക ട്രീ, റെഡ് ഗുവാവ. നല്ല രസമുണ്ട്. ഇത് നമ്മൾ മെക്സിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവരത്തില്ലേ കുഞ്ഞു കുഞ്ഞു പേരയ്ക്ക? ആണോ? അതാന്ന് തോന്നുന്നു. മെക്സിക്കോ എന്നൊക്കെ ചെറിയ ചെറിയ പേരയ്ക്ക ബേബി കണ്ടിട്ടുണ്ടോ? ഓ, ഇതെന്തോ? ഐ നെവർ സീൻ ദിസ് ബേബി. ലുക്ക്, വാട്ട് ഈസ് ദിസ്? നമ്മൾ നല്ല ഈ ചുടക്കെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഇരിക്കുന്ന അതിൻ്റെ ഫ്ലവർ കണ്ടിട്ട്. അതൊക്കെ യെല്ലോ മാങ്ങയില്ലേ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്നത്, അത്. ബേബു, ഐ ഫീൽ ലൈക്ക് ഇതിൻ്റെ സീഡാണ് ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സീഡ്. യാ, ദീസ് ആർ വെരി നൈസ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. എൻ്റെ പേരെന്തുവാ? ഇതാ എൻ്റെ പേര്. ഇതിൻ്റെ കുറേ സീഡ് ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടി കിളിക്കാനായിട്ട്. രണ്ട് സൈഡിലുണ്ട്. വലിയ പ്രത്യേകിച്ച് ഫ്ലവർ, നല്ല രസമുണ്ട് കാണാൻ. അതൊരു രസമുണ്ട്. നമ്മുടെ നാട്ടിലെ തൊട്ടാവാടി. തൊട്ടിട്ട് വാടിയില്ലല്ലോ. നമ്മുടെ നാട്ടിൽ കാട്ടിലുള്ളിരുന്ന പ്ലാന്റ്സ് ആണ്. ഇത് ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത്. മുല്ലപ്പൂ നിറച്ച മുല്ലയുടെ മുട്ടകളൊക്കെ ഇരിക്കുന്നു. ഈ ഗർഡേനിയൻ്റെ മണം, ഓ മൈ ഗോഡ്, അമേസിങ് അമേസിങ്, മൈ ഗഡ്നസ്, സ്മെൽസ് സോ ഗുഡ്. ആക്ച്വലി ഐ സീ എ പ്ലാന്റ് ഇതുവരെ കണ്ടിട്ടില്ല. ഓ ബേബു, ഐ തിങ്ക് ഈ ബെഗോണിയൻ്റെ ഫാമിലിയാണെന്ന് തോന്നുന്നു. കൈൻഡ് ഓഫ് ലുക്ക് ലൈക്ക് ബെഗോണിയ. മനസ്സിലായോ? ഐ തിങ്ക് ഇറ്റ്സ് ബെഗോണിയൻ്റെ. സ്നേക്ക് പ്ലാന്റ്സ്. ഇതെല്ലാം വാട്ടർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. Oh yeah, I think it's a different set of begonia. Baby, did you see this?
Yeah, it is a family of begonias. Yeah, red begonias. Red and then a green color. The flavored one. ഇത് നമ്മുടെ വീട്ടിലെ ലില്ലിന്റെ കുഞ്ഞു ലില്ലി. നമുക്ക് ഇതിന്റെ റെഡ് ഉണ്ട്. Yeah, the same thing. Yeah. We have the red flower, a big flower. ഇവിടെ മുഴുവൻ അതാണല്ലോ. So nice. ഇത് ഫിഗ് ആണ്, അത്തി. ഇത് നല്ല രസമുണ്ട്. എന്തുവാ ഇത്? അറിയത്തില്ല. ചെടി നല്ല രസമുണ്ട്. വാട്ടർ ലില്ലി അല്ല, ഇല്ല വാട്ടറിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ ചെറിയൊരു കമ്പ് ഉള്ളത് നമ്മുടെ വീട്ടിലുണ്ടല്ലോ. ഇതൊരു മുല്ലയാണോ ഇത്? അങ്ങനെ ഞങ്ങള് ചെയ്ത You want that? ഇതെന്തുവാ ബേബി അത്? ഓക്കെ ഓക്കെ ഓക്കെ. ആണ് നമ്മുടെ പണ്ട് കിണറ്റിൽ നിൽക്കുന്ന ഫേണാണ്ട് തണ്ട് നിൽക്കുന്ന ബേബി. ഇതെല്ലാം കിണറ്റിൽ നിന്നൊക്കെ പറിച്ചു കളയുന്ന സാധനങ്ങളാണ് ഇത്. ഇതിന്റെ ചെറുതില്ലേ അതിന്റെ വലുതായിട്ട്. ആ പിന്നെ ഇവരുടെ സ്റ്റോറിൻ്റെ ചെടി നടുന്നതിൻ്റെ ഡ്രിഫ്റ്റ് ഫുഡിൻ്റെ ഒക്കെ ഇവിടുത്തെ ഡ്രിഫ്റ്റ് ഫുഡ്. ഇത് ഡ്രിഫ്റ്റ് ഫുഡാണോ എന്നറിയില്ല. ആണോ? ഇവിടെ പലതരത്തിലുള്ള പാർലേഴ്സ്, അതിൻ്റെ പാഡിങ് മിക്സ് അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. Oh, I'm so excited. ഇത് തീർന്നില്ല, ഇനിയുണ്ട്. Different types of pots and plants. You got one yesterday like this. അത് ബേർഡ്സ് ബാത്താണ്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ പ്ലാന്റ് ഫുഡ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ഫുഡ് അങ്ങനെയൊക്കെ. ഇവിടെ മുഴുവൻ ഇങ്ങനെ ആണോ? അതാണ്ട് നല്ല രസമുള്ളൊരു പോട്ടിരിക്കുന്നു. ബോൺസായി പോട്ട്സ്, സ്മോൾ വൺസ്. ചുമ്മാ ഒരു ഗാർഡൻ ഹൗസ് ആണെന്ന് പറയും. ഞങ്ങൾ കയറി നോക്കിയതാണ്, ചുമ്മാ ചെടി നോക്കാൻ കയറിയതാണ്. ഇതാ only $15. ക്യൂട്ട് ഫ്രോഗ്. ഇതാ എനിക്ക് വേണമെന്ന് പറഞ്ഞത് ഈ സാധനം.
ഐ വാണ്ട് ദിസ്. നമ്മൾ എവിടെ നട്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് യാർഡിലാണ് നട്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ നട്ടിട്ടുണ്ട്. അതേ ഫ്രണ്ടിലാണ് നട്ടിരിക്കുന്നത്. നമ്മൾക്ക് വി ഹാവ് യെല്ലോ, വി ഹാവ് ബ്രൗൺ, വി ഹാവ് റെഡ്, വി ഹാവ് ഓറഞ്ച്, വി ഡോണ്ട് ഹാവ് ദിസ് കളർ. എടുക്കട്ടെ അത്. താങ്ക് യു, ലവ് യു. അങ്ങനെ ഹബി എൻ്റെ ആഗ്രഹപ്രകാരം ഒരെണ്ണം എടുക്കാൻ. ഞങ്ങൾ ലോകം മുഴുവൻ വൈറ്റ് ഡാഫഡിൽസിന് വേണ്ടി നോക്കി നടന്നു. അവസാനം ഞങ്ങൾ ഇവിടെ പിന്നെയും വന്നപ്പോഴത്തേന് വി ഗോട്ട് ഇറ്റ് ഓൾ. എവറി സിംഗിൾ കളർ. മഞ്ഞക്കകത്ത് ഓറഞ്ച്, മഞ്ഞക്കകത്ത് എന്താ പറയുന്നത്, ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച്. ബേബു, ലോകം മുഴുവൻ നമ്മൾ അതിനകത്തുണ്ട് കുറേ ഇഷ്ടം. Oh yeah. It's our collection for today. So happy. Baby, I am so happy. I can't believe it. അല്ല, ഫ്രീസറിൽ വെക്കണം. ഇത് കുറേ നാൾ ഫ്രീസറിൽ വെച്ചൊക്കെ വേണം വളർത്താൻ എന്നാ പറയുക. ഫണി. So happy. This is that store. ഇത് കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല, പക്ഷെ വെളിയിൽ കണ്ടോ. These are the annuals. ഇത് ഇവിടെ സമ്മർ ടൈമിൽ മാത്രം ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഇത് നിൽക്കത്തില്ല. സമ്മർ കഴിയുമ്പോഴത്തേന് ഇത് വീട്ടിലെടുത്ത് വെച്ചില്ലെങ്കിൽ ഇതെല്ലാം ചത്തു. സോ അങ്ങനെ ഇവിടെ കുറേ ഉണ്ട്. ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മുഴുവൻ അതേപോലത്തെ. ഞങ്ങൾക്ക് ഈ പ്ലാന്റ്സിനോട് വലിയ ഇതില്ല, അടുപ്പില്ല. പെട്ടെന്ന് ചത്തു എന്നുള്ളതുകൊണ്ട് ഇവിടെ നിറച്ചുണ്ട്. ഇവിടെ ഇല്ല. ഓക്കെ, ഇവിടെ എല്ലാം അങ്ങനെ നിറച്ചുണ്ട്. നോക്കട്ടെ. അതാണ് ഞങ്ങളുടെ മൊറാനോ. ബേബി പ്ലാന്റ്സ് കൊണ്ട് വെച്ചിട്ട് വരുവാണ്. ഇത്രയും കളക്ഷൻ ഓഫ് അനൂസ്, മൈ ഗഡ്നസ്. ഒരു കടയിലും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ. ഇത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഓരോരുത്തരുള്ള പൂവല്ലേ ബേബു? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. മുള്ളിപ്പോ ഉണ്ട് നാട്ടിൽ. ഞാൻ ഇതിനെന്തോ ഒരു കാക്കപ്പൂന്നോ ഏതാണ്ടൊക്കെ പറയുമല്ലോ, കാക്കപ്പൂന്ന് ഞങ്ങൾക്ക് പറയുന്നൊരു ഇതാണെന്ന് തോന്നുന്നു. സോറി, ഞാൻ നാട്ടിൽ 30 വർഷമായിട്ട് നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഇനി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതുണ്ട്. ഇതിലേക്ക് കൂടെ തന്നെ അവിടെ മണ്ടേ ഏതാണ്ടൊക്കെ ഉണ്ട്. ആൾക്കാർ ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടു. അവിടെ ഒരു ടണലുണ്ട്, അത് അങ്ങേറ്റ തൊട്ട് മാറി. അപ്പം ഞാനും എൻ്റെ ഹബീബിയും കൂടെ, അല്ലേ ഹബീബ്, കേൾക്കണം. വാവ്, ഞാൻ ഒരിക്കലും ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് ഇത് ഞങ്ങൾ ഒരിക്കലും ഒരു വീട് നോക്കാൻ ഇവിടെ വന്നതാണ്. സോ വി നെവർ തോട്ട് ദിസ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ അമേസിങ് പ്ലേസ്. അതും നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ. അതാണ് ഞങ്ങൾ പോകുന്ന കേവാണോ എന്നറിയത്തില്ല. ഞങ്ങൾ കേവിലോട്ട് പോകുവാണ്. കേവൊന്നും അല്ല, ഇതിലങ്ങോട്ട് എന്തോ ആദ്യമായിട്ടാ.
ഇത് ഫാഷൻ ഷോ അല്ല, മോളെ തുറക്കത്തിൽ കൂടെ കയറി വരുന്നോ, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ പട്ടികൾ കുരയ്ക്കുന്നു. ഇതുവഴി അതുവഴിയും പോവാം. ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ ഒരു ഹിൽ ടോപ്പ്. ചിലപ്പം കണ്ട് ഇവിടെ എല്ലാം ഫ്ലവേഴ്സ് വയ്ക്കുമായിരിക്കും. എന്തായാലും രസമാണ്. കണ്ട ഇങ്ങോട്ട് നോക്കേ, പ്ലാന്റ്സ് എല്ലാം ഡൈ ചെയ്തിരിക്കുക. ഇവിടെ ഒരു സീസൺ ആകുമ്പോൾ അവർ ചിലപ്പോൾ ഇതൊരു അതിനായിരിക്കും ചിലപ്പോൾ ഫ്ലവർ, അടുന്നോ അതിനാണോ ഇതെല്ലാം ഉണ്ട് പുറകിലൊക്കെ, ഫ്ലവേഴ്സ് എവിടെ പുറകിലൊരു ഫീൽഡ് ഇതൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ദിസ് പ്ലേസ്? കൊള്ളാം, ബ്യൂട്ടിഫുൾ. This is such a beautiful town. ഒരു കോളേജ് ഉള്ള എന്ന് പറയുന്ന ഏരിയയിലാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 20 minutes. 20 minutes അത്രേ ഉള്ളൂ നമുക്ക്. അതെ, 2 കൈ പിടിച്ച് നീ കല്യാണത്തിന് നിന്നെ കൊണ്ടുപോകല്ല, നടക്കണി വരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല, ചുമ്മാ ഒന്ന് ഡ്രൈവ് അറൗണ്ട് ചെയ്തപ്പം കണ്ടതാണ്. പണ്ട് ഞങ്ങളിവിടെ ഒരിക്കൽ വന്നപ്പം പുള്ളിക്കാരൻ കണ്ട ഒരു പ്ലാൻ ഹൗസിലോട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഗ്രീൻ ഹൗസിലോട്ട് വരാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചില്ല. വെരി സോ എക്സൈറ്റഡ്. ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഇവിടെ കപ്പിൾ ഓഫ് ടൈംസ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള 20 minutes ഉള്ളൂ ഇവിടുന്ന്. സോ അതുകൊണ്ട് ഞങ്ങളിവിടെ വരുന്നതായിരിക്കും. Anyway, it's such a beautiful area, beautiful place. We're so excited. I don't want to go home though. Anyway, thank you for watching our video.